അപ്പോൾ നമുക്കിന്ന് അടുപ്പത്തൊരു വിന്താലു ഉണ്ടാക്കിയാലോ. സംഭവം കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് വല്ലപ്പോഴും നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. ഫാമിലിയിൽ ആരെങ്കിലും കടൽ കടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ പെരുന്നാളിനോ. കഥ ഇനിയധികം പറയുന്നില്ല, നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് വേണ്ടത് മുരിങ്ങാത്തൊലി, വെളുത്തുള്ളി, കടുക് പരിപ്പ്, പിന്നെ ഇഞ്ചി. ചെറിയ കഷ്ണങ്ങളാക്കുക. എന്നിട്ട് നമുക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ വീട്ടിൽ പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവരും കൂടിയാണ് കേട്ടോ ചെയ്യൽ. ഓക്കെ, ഇത് നമുക്ക് ചട്ടി ചൂടാകാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം. നമ്മൾ വാങ്ങിച്ചത് 3.5 കിലോ ബീഫാണ്. ഒരൊറ്റ കഷ്ണം ബീഫായിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ വെളുത്തുള്ളി, മുരിങ്ങാത്തൊലി, ഇഞ്ചി എല്ലാം ക്രഷ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മുരിങ്ങാത്തൊലി കടുക് പരിപ്പ് പേസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാം. നല്ലോണം അരയണം കേട്ടോ. നല്ല ചൂടായ ചട്ടിയിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇട്ട് വരട്ടിക്കൊണ്ടേ ഇരിക്കുക. ഒരാൾ സവാള വരട്ടുന്നു, മറ്റേയാൾ വീഡിയോ എടുക്കുന്നു, വേറെ ഒരാൾ ബീഫ് മുറിക്കുന്നു. ബീഫ് നമ്മളിങ്ങനെ വലിയ വലിയ കഷ്ണമായിട്ടാണ് കേട്ടോ മുറിക്കുന്നത്. അപ്പോൾ നല്ല രസം ഉണ്ടാവും കാണാനും കഴിക്കാനും. സവാള ഒന്ന് ബ്രൗൺ ആക്കുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിൻ്റെ ഒരു പച്ചമണം കുറച്ചൊന്ന് പോകും. അതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മുരിങ്ങാത്തൊലിയുടെയും കടുക് പരിപ്പിൻ്റെയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അടിക്ക് പിടിക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നല്ലോണം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് ചുവ വരാൻ ചാൻസ് ഉണ്ട്. ലേശം ചൂടുവെള്ളം റെഡിയാക്കി വെക്കണം കേട്ടോ. കാരണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എവിടെയെങ്കിലും അടിക്ക് പിടിച്ചു എന്ന് തോന്നുവാണെങ്കിൽ ഈ ചൂടുവെള്ളം ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ആ ഭാഗത്ത് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ഓക്കെ ആകും. നമ്മുടെ ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ അടുപ്പിപ്പോൾ. ഏകദേശം എത്ര സമയമായിട്ടുണ്ടാകും? ഏകദേശം ഒരു 1 അവർ അടുപ്പയിൽ വെക്കുവാണെങ്കിൽ ആദ്യമേ മഞ്ഞൾപ്പൊടി 2 സ്പൂൺ ഇടാം. ടീസ്പൂണാണ്. 6 ടേബിൾ സ്പൂൺ മുളക് പൊടി. അരപ്പിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്യുക, അടിക്ക് പിടിക്കാതിരിക്കാൻ. ഏകദേശം അരപ്പ് മൂക്കാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് മസാലപ്പൊടി ചേർക്കാം. 2 സ്പൂൺ മസാലപ്പൊടി. ഇനി അരപ്പ് അടിക്ക് പിടിക്കുന്നത് തോന്നിയാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മളിപ്പം ഇത് മസാല മൂപ്പിച്ചു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്യാം. അത് ചെറു ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ചൂടുവെള്ളം ഒഴിച്ചാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും. ഏകദേശം 5 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു. 3.5 കിലോ ബീഫ് വേവാനായിട്ടുള്ള വെള്ളമാണിത്. ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർക്കാം. വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുന്ന അരപ്പിലേക്ക് നമുക്ക് ബീഫ് ആഡ് ചെയ്യാം. ഇറച്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞു. നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ വിന്താലു ആയിക്കൊണ്ടിരിക്കണം. കുറച്ചും കൂടെ ഒന്ന് വെള്ളം പറ്റിയ വിന്താലു റെഡി. ഇറച്ചി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.25 ഗ്ലാസ്സോളം നമുക്ക് വിനീഗർ ഇതിനകത്ത് ഒഴിക്കാം. 3.5 കിലോ ഇറച്ചി ഉണ്ടല്ലോ, അത് കാരണം. ഇതും കൂടി ഒന്നും കൂടി പറ്റി കഴിഞ്ഞാൽ നമ്മുടെ വിനീഗർ ഒഴിച്ചു കഴിഞ്ഞ് ഇറച്ചി എല്ലാം ഓക്കെ ആയി. നമുക്കിനിയിപ്പം ഇറക്കി വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വിന്താലു ഡൺ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ പാക്കലാം. ബൈ.